ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം. അതിലേക്ക് ചിക്കൻ വാഷ് ചെയ്തെടുത്തിട്ട് ഇതിൽ ഞാനൊരു 1/2 കിലോളം ചിക്കൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൽ ചിക്കന് ആവശ്യമായിട്ടുള്ള പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ അതായത് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ടീസ്പൂൺ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇതിൽ നമ്മൾ അഡീഷണലായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സോയ സോസില്ലേ, അതാണ് ഡാർക്ക് സോയ സോസ്. അതൊരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് ചേർക്കാം. 1 ടീസ്പൂൺ തൊട്ട് 1.5 വരെ. പിന്നെ കുറച്ച് നമ്മുടെ കറി ലീവ്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു 30 മിനിറ്റ്സ് വയ്ക്കുക. എന്നിട്ട് നമ്മുടെ പാന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ആദ്യം ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിൽ എണ്ണ നമ്മൾ വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിത് യൂഷ്വലി ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ വീട്ടിൽ ഒത്തിരി എണ്ണ യൂസ് ചെയ്യാതെ ഇങ്ങനെയാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ, ഹെൽത്തിയുമാണ്. എന്നിട്ട് നമ്മൾ ആ ചിക്കന് ആ ചൂട് പാത്രത്തിലോട്ട് വയ്ക്കുക. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ അയൺ പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ, ഇതിലേതെങ്കിലും ഒന്നേ യൂസ് ചെയ്യാവൂ. കരിയിൽ നമ്മൾ ഒട്ടും ഓയിൽ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അതിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ സിമ്മിൽ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ, ഞാൻ സിമ്മിലാണ് പറയുന്നത്. കുറച്ച് ടൈം എടുത്താലും പെട്ടെന്ന് കുക്ക് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പതുക്കെ നമുക്ക് കുക്ക് ചെയ്തെടുക്കുമ്പം നമ്മുടെ ചിക്കൻ വേഗം ആ ചിക്കനിൽ നിന്നുള്ള വെള്ളം ഇറങ്ങിയിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ സൈഡ് ഡിഷ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. ഇപ്പം ഞാൻ ഒരു സിമ്മിലിട്ടേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ചിക്കനിൽ നിന്നുള്ള ആ ഗ്രേവി, ആ ഒരു വെള്ളം ഉണ്ടല്ലോ ചിക്കനിൻ്റെ, ആ വെള്ളം അതിലോട്ട് ഇറങ്ങും. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ സിമ്മിൽ തന്നെ വെച്ചിരിക്കുക. അപ്പോഴത്തേക്ക് ആ വെള്ളം തിളച്ച് തുടങ്ങി. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ എണ്ണ മാത്രമേ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കും ഇതെങ്ങനെ ഇതാവുന്നു, പക്ഷെ നല്ല രസമായിട്ട് വരും ഇപ്പോൾ ഈ ചിക്കൻ. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ എടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. കണ്ടോ, വെള്ളം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിലിപ്പോൾ. അഥവാ നിങ്ങൾക്ക് വെള്ളം ആവശ്യമാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ അതിൽ വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതേ കണ്ടോ, വീണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വെള്ളം ഒത്തിരി ഇറങ്ങുവാണ്. പിന്നെ ഇപ്പോൾ എനിക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ ഓൾറെഡി ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3/4 ഭാഗം ചിക്കൻ വേകുമ്പോൾ കുറച്ച് ഫെനഗ്രിക് സീഡ്, അതായത് പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊക്കെ അതിൻ്റെ ഫ്ലേവർ തരുന്നൊരു സാധനമാണ് ഈ പെരുംജീരകം. അത് മസ്റ്റായിട്ട് ആഡ് ചെയ്യണം. ഞാൻ വീണ്ടും അടച്ചു വെച്ചു. കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കണം. ഞാൻ അതുകൊണ്ടാണ് എണ്ണ യൂസ് ചെയ്യാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മുടെ അയൺ പാത്രം അല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാൻ ഞാനിപ്പോൾ കുറച്ച് എണ്ണയും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടി എനിക്ക് ചിക്കൻ വേകാൻ തോന്നിയപ്പോൾ ഞാൻ ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഈ ചിക്കൻ ഓയിലിൽ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റാണ് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ളത്. നമ്മൾ എന്തിനാണ് ഒത്തിരി എണ്ണയൊക്കെ കഴിക്കുന്നത്, നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കുമല്ലോ. ഓൾമോസ്റ്റ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഫുള്ളി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് കറി ലീവ്സും പിന്നെ നമ്മുടെ ഗ്രീൻ ചില്ലിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടിലൻ ചിക്കൻ ഫ്രൈ ആണ്. ഒരു തവണയെങ്കിലും എല്ലാവരും ഇത് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഹസ്ബൻഡ് പോലും ഇത് ഓയിലില്ല എന്ന് പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല. അത്രയും നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻസിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.